എല്ലാവർക്കും നമസ്കാരം. മിൽമ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം. അതിൻ്റെ കാരണം സാധാ PSC പരീക്ഷയിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും, നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് സമയം കിട്ടും പഠിക്കാൻ വേണ്ടി. ഇവിടെ നമുക്കുണ്ടായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സിലബസ് അവർ ഓൾറെഡി തന്നു. നമ്മുടെ ഈ സിലബസ് ഉണ്ട്. കെമിസ്ട്രി പഠിക്കണം, മൈക്രോബയോളജി പഠിക്കണം, മിൽക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം, പിന്നെ നമുക്ക് GK പാർട്ട് പഠിക്കാനുണ്ട്. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ ഈ എല്ലാവരും വീഡിയോ കാണുമെന്ന് പറയാൻ കാര്യം, നമ്മുടെ ടൈം പീരീഡ് വളരെ കുറവാണ്. ഇത് ഡിസംബർ മാസമാണ്, ഡിസംബർ 8 ജനുവരിയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് നമുക്ക് ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ജനുവരി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ മുമ്പിലുള്ളത് 30-40 ദിവസം മാത്രമേ ഉള്ളൂ. ആ 40 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ടോപ്പിക് കവർ ചെയ്യണം. അപ്പോൾ എനിക്ക് കെമിസ്ട്രി ഒരു ചെറിയ കുഞ്ഞൻ പാരഗ്രാഫ് അല്ല. നിങ്ങൾ ആ ടോപ്പിക്ക് നോക്കിയേ. ജനറൽ കെമിസ്ട്രി എന്നും പറഞ്ഞിട്ട് അറ്റോമിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, സ്റ്റോയിഷ്യോമെട്രി, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ, കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, ഗ്യാസസ്, ആസിഡ്, ബേസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് എനർജി. ഇത്രയും ടോപ്പിക് കെമിസ്ട്രി മാത്രം പഠിക്കണം. പിന്നെ നമ്മുടെ മൈക്രോബയോളജി ടോപ്പിക്ക് പഠിക്കണം. പിന്നെ മിൽക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. പിന്നെ GK പാർട്ട് പഠിക്കണം. ആ GK പാർട്ട് അത് പ്രത്യേകം പറയുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റലിറ്റി, റീസണിങ് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ലാസ്റ്റ് 3 months കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അതിനൊക്കെ തന്നെ നമുക്ക് സദേൺ സ്റ്റേറ്റിനെ പറ്റി പഠിക്കണം, മലബാർ റീജിയൻ, തിരുവനന്തപുരം റീജിയനെ പറ്റി പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. ആ സിലബസ് വെച്ചിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു പോകുക. സമയം വളരെ കുറവാണ്. സമയം കുറവായത് കൊണ്ട് നമുക്ക് ലാഗടിക്കാൻ പറ്റത്തില്ല. കൃത്യമായി പഠിച്ചു പോകുക. ഇനി അടുത്ത ആഴ്ച തൊട്ട് മാസ്റ്റർ അക്കാഡമി ചെയ്യാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ മനസ്സിലേക്കും പ്രധാനമായിട്ട് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. എന്താ ലക്ഷ്യം? എന്താ? കൃത്യമായി നമുക്ക് തീർക്കണം. സ്റ്റഡി പ്ലാൻ കൊടുക്കണം. അതായത് പുതിയ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് മാക്സിമം 30 ദിവസത്തിനുള്ളിൽ സിലബസ് ഫിനിഷ് ആകുന്ന രീതിയിൽ സ്റ്റഡി പ്ലാൻ തരണം. ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനിയും പഠിക്കാത്തവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. 30 ദിവസത്തിനുള്ളിൽ ഈ സിലബസ് പൂർത്തിയാക്കുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രം ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലബസ് ഫിനിഷ് ചെയ്യാം, നന്നായി പഠിക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം, നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഒരു കാര്യം മനസ്സിരിക്കണം, സിലബസ് കയ്യിലുണ്ട്. വലിയ സിലബസ് ആണ്, സമയം കുറവാണ്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. താങ്ക് യു.